ദൈവം സർവശക്തൻ, ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. യെശയ്യാ പ്രവചനം 43 അധ്യായം 19 വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ഇതാ, ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. പുതിയ വർഷം ദൈവം പുതുതായി ചിലത് ചെയ്യുവാൻ പോകുന്നു. പുതിയ വഴികൾ, പുതിയ നന്മകൾ, പുതിയ അവസരങ്ങൾ, പുതിയ തുടക്കങ്ങൾ ജീവിതത്തിൽ ഇനിയുള്ള നാളുകളിൽ ദൈവം ചെയ്യുവാൻ പോകുന്നു. അടഞ്ഞ വഴികളെ ദൈവം തുറക്കുവാൻ പോകുന്നു. ഇനിയും നടക്കുകയില്ല എന്ന് കരുതിയ വിഷയത്തിന്മേൽ ദൈവം തുടക്കം കുറിക്കുവാൻ പോകുന്നു. ആണ്ട് കഴിയും മുൻപേ ദൈവപ്രവൃത്തി വ്യക്തികളിൽ, കുടുംബങ്ങളിൽ, സഭകളിൽ വെളിപ്പെടും. അസ്ഥികൾ കൊണ്ട് നിറഞ്ഞ താഴ്വര, ഉണങ്ങിയ അസ്ഥികൾ. നിർജീവമായ അസ്ഥികളെ നോക്കി മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? ഉണങ്ങിയ അസ്ഥികളെ നോക്കി പ്രവാചകൻ പ്രവചിച്ചു: ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. നിങ്ങൾ ജീവിക്കേണ്ടതിന് ഞാൻ നിങ്ങളിൽ ശ്വാസം വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ ഞരമ്പ് വെച്ച് മാംസം പിടിപ്പിച്ച് നിങ്ങളെ ത്വക്കുകൊണ്ട് പൊതിഞ്ഞ് നിങ്ങൾ ജീവിക്കേണ്ടതിന് നിങ്ങളിൽ ശ്വാസം വരുത്തും. പ്രവാചകൻ പ്രവചിച്ചു കൊണ്ടിരിക്കുമ്പോൾ അസ്ഥി അസ്ഥിയോട് വന്നു ചേർന്നു. അവയുടെ മേൽ ഞരമ്പും മാംസവും വന്നതും അവയുടെ മേൽ ത്വക്കു പൊതിഞ്ഞതും കണ്ടു. തുടർന്ന് പ്രവാചകൻ കാറ്റിനോട് പ്രവചിച്ചു: ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്നും വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക. അപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ചു, സൈന്യമായി നിവർന്നു നിന്നു. കാറ്റിന്റെ ഗതി എങ്ങോട്ടെന്നും ഗർഭിണിയുടെ ഉദരത്തിൽ അസ്ഥികൾ ഉരുവായി വരുന്നത് എങ്ങനെയെന്ന് നീ അറിയാത്തതുപോലെ സകലവും ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പ്രവർത്തികളെ നീ അറിയുന്നില്ല. ദൈവം അങ്ങയുടെ ജീവിതത്തിൽ പുതുതായി ചിലത് പ്രവർത്തിക്കുവാൻ പോകുന്നു. ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുക. ആമേൻ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.